ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതി ഭാഗികമായി അംഗീകരിച്ച് ഹമാസ്. ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഗസ ഭരണം സ്വതന്ത്ര സംവിധാനത്തിന് കൈമാറാൻ തയ്യാറെന്നും ഹമാസ് വ്യക്തമാക്കി. സമാധാന കരാറിന് മധ്യസ്ഥത വഹിക്കാനുള്ള തന്റെ ശ്രമത്തിൽ കാലതാമസമുണ്ടാകാൻ അനുവദിക്കില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കുള്ളിൽ ഗസ സമാധാന പദ്ധതിയിൽ പ്രതികരണം അറിയിക്കണമെന്നായിരുന്നു ഹമാസിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. ഗസയിൽ സമാധാനത്തിനായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും ഹമാസിന്റെ പ്രസ്താവന. ഗസയുടെ ഭരണം അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടെ ടെക്നോക്രാറ്റുകളടങ്ങിയ സ്വതന്ത്ര പലസ്തീൻ സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും ഹമാസ് അറിയിച്ചു. ഗസയുടെ ഭാവിയെപ്പറ്റി ഹമാസിനെ കൂടി ഉൾപ്പെടുത്തി ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ മറ്റു നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്നുമാണ് ഹമാസിന്റെ ആവശ്യം. എന്നാൽ ഹമാസിന്റെ നിരായുധീകരണം അടക്കമുള്ള സമാധാന പദ്ധതിയിലെ മറ്റ് നിർദ്ദേശങ്ങളിൽ ചർച്ച വേണമെന്ന ഹമാസിന്റെ ആവശ്യത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചിട്ടില്ല. ഗസയിലെ ബോംബാക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നിർത്തിവെച്ചതായി ആർമി റേഡിയോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബന്ദിമോചനത്തിനായി സജ്ജരാകാൻ സൈന്യത്തിന് ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ ഉത്തരവ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ഗസയിൽ ട്രംപിന്റെ നേതൃത്വത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.